ഇപ്പൊ നിനക്ക് തൃപ്തിയായോ? പ്രായമായ പെണ്ണ സ്വന്തം ബന്ധവും വെച്ചുകൊണ്ടുള്ള കളിയും ചിരിയും വേണ്ടെന്ന് ഞാൻ എത്ര തവണ നിന്നെ വിലക്കി. ഇപ്പൊ അവളുടെ ജീവിതം ഒരു വഴിയായപ്പോ നിനക്ക് മതിയായോ? ഞാൻ നോക്കിയിട്ട് നന്ദന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇത്തരത്തിലൊരു കത്ത് കിട്ടിയാൽ ഞാനായാലും ഇങ്ങനെയൊക്കെ ചെയ്യൂ. ഇനി അതിലെഴുതിയിരിക്കുന്നത് സത്യമല്ലെന്ന് നാട് കണ്ടു. നന്ദേട്ടൻ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും കരുതിക്കോട്ടെ. പക്ഷേ അമ്മായിയും അമ്മാവനും എന്നെ അവിശ്വസിക്കരുത്. ആതിരയെ ഞാൻ എന്റെ മുറപ്പെണ്ണായിട്ടല്ല കണ്ടത്. ജീവിച്ചിരുന്നെങ്കിൽ ആതിരയുടെ പ്രായമുണ്ടാകുമായിരുന്ന എന്റെ ദീപമുള്ള സ്ഥാനമാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. ആ സ്വാതന്ത്ര്യത്തിൽ കുറെ അടുത്ത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റായിപ്പോയി എന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. കൂട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പല കുസൃത്തരങ്ങളും കാണിക്കും. കുഞ്ഞുനാളിലെ നീ അതിന് മിടുക്കിയായിരുന്നു. പച്ചില ഊതി കളിക്കുമ്പോ മറ്റുള്ളവരുടെ കണ്ണിൽ മണ്ണ് ഊതി പറപ്പിക്കാനായിരുന്നു നിനക്ക് താല്പര്യം. നന്ദേട്ടന്റെ പ്രപ്പോസൽ മുടക്കാൻ വേണ്ടി മാത്രമല്ല, ഫ്രണ്ട്സിന്റെ മുമ്പിൽ വലിയവളാകാൻ കൂടിയ മോൾ അങ്ങനെ ഒരു കത്ത് എഴുതിയെന്ന് ഭാനുവേട്ടനറിയാം. പക്ഷെ ആ കുസൃതി ഒരു ബൂമറാങ് പോലെ തിരിച്ചു വന്നല്ലോ മോളെ. കരയാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നെ ആരെത്ര വേണമെങ്കിലും അവമാനപ്പെടുത്തിക്കോട്ടെ, നാട്ടുകാർ പറയുന്ന ഒന്നും തിരുത്താൻ ഭാനുവേട്ടൻ മെനക്കെടാറില്ലെന്നറിയാലോ. മോളുടെ കാര്യം അതല്ല. നന്ദേട്ടന്റെ തെറ്റിദ്ധാരണ മാറ്റാൻ എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്യും. എന്തിനാ മോളെ ഇങ്ങനൊരു കുസൃതി നീ കാട്ടിയത്? അന്ന് ഇങ്ങനൊരു ബന്ധം വേണ്ടാന്ന് നീ പറഞ്ഞപ്പോ ജീവിതത്തെ കുറിച്ച് നിനക്കൊന്നും അറിയാഞ്ഞിട്ടാണ് അച്ഛൻ കരുതിയത്. അതാ നിർബന്ധിച്ചത്. സന്തോഷത്തോടെ നിങ്ങൾ കഴിയുന്നത് കണ്ടപ്പോ അച്ഛന്റെ കണക്കൂട്ടലുകൾ തെറ്റിയിട്ടില്ലെന്ന് ഞാൻ സമാധാനിച്ചു. ഇനിയിപ്പോ എന്തു പറഞ്ഞാ അച്ഛൻ നന്ദനെ ബോധ്യപ്പെടുത്തേണ്ടത്? നന്ദേട്ടനെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല അച്ഛാ. എനിക്ക് കാണണം. ഞാൻ പറഞ്ഞ നന്ദേട്ടനെല്ലാം മനസ്സിലാവും. വേണ്ട മോളെ, അവന്റെ മനസ്സിപ്പോ അസ്വസ്ഥമാണ്. അതൊന്ന് തണുക്കട്ടെ. നിന്നെ കൂടാതെ നന്ദനും ജീവിക്കാൻ കഴിയില്ല. അച്ഛൻ പോകാം. കാല് പിടിച്ചെങ്കിലും അവന്റെ മനസ്സ് മാറ്റാൻ. മക്കളെ കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തുന്ന അച്ഛനമ്മമാരെ ഞാനും കണ്ടിട്ടുണ്ട്. കൊഞ്ചല് കൂടിയാ പിള്ളേരെ വഷളാവും. അതാ ഇവിടെ സംഭവിച്ചത്. കല്യാണത്തിന് മുമ്പ് ഒരു ചെറുപ്പക്കാരനുമായി അഴിഞ്ഞാടി നടന്നിട്ട് സ്വന്തം ശരീരം പോലും അവന് സമർപ്പിച്ചിട്ട്. നന്ദ, ഞാനവളുടെ അച്ഛനാണ്. ഇങ്ങനൊരു ആലോചന വന്നപ്പോ എതിർത്തവർ പലരുണ്ടായിരുന്നു. എന്നിട്ടും ഞാനത് സമ്മതിച്ചത് കുട്ടിത്വം വിട്ടുമാറാത്ത എന്റെ കുഞ്ഞു ചെയ്യുന്ന തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള പക്വത നന്ദനുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞാൻ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ക്ഷമിക്കാവുന്നതിന്റെ പരമാവധി ക്ഷമിച്ചിട്ടാ ഒരു ജീവിതം തുടങ്ങിയതും അത് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചതും. പൊരുത്തപ്പെട്ട് പോവില്ല എന്ന് പൂർണ്ണമായി ബോധ്യം വന്നിട്ടാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അതിന് മാറ്റമില്ല. നന്ദ, ഇനി ഇതേ ചൊല്ലി ഇങ്ങോട്ട് വരണമെന്നില്ല ആരും. ഹലോ, നന്ദേട്ട ആതിരയാണ്.
എന്താമേ? ഒന്നുമില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, അവളും കുഞ്ഞും പോയേ പിന്നെ ഈ വീട് ഉറങ്ങിയ പോലായി. ശിവശങ്കരനെയും കൂട്ടി ഞാൻ ചെന്ന് അവളെ വിളിച്ചോണ്ട് വരട്ടെ മോനെ. എന്തിന്? എനിക്കിനി അവളെ കാണണ്ട. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിക്കണം. തെറ്റ് ചെയ്യാത്തവരാരുണ്ട്? അങ്ങനെ മറക്കാൻ പറ്റുന്ന തെറ്റല്ല അവള് ചെയ്തത്. വെളുക്ക ചിരിച്ചോണ്ട് അവളെന്നെ ചതിക്കായിരുന്നു. സത്യം എന്തു ആയിക്കോട്ടെ, അവള് തെറ്റുകാരിയല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഒക്കെ നിന്റെ സംശയങ്ങളാ. ഓഹോ, അമ്മയെ അവൾക്ക് വേണ്ടി വാദിക്കുകയാണോ? അത്ര നിർബന്ധമാണെ മരുമോളെ വിളിച്ചുകൊണ്ടെന്ന് ഇവിടെ താമസിപ്പിക്കേ. പക്ഷെ ഞാൻ പിന്നെ ഇവിടെ കാണില്ല. വേണ്ട, അമ്മയ്ക്ക് വേണ്ടി നീ ചെയ്യണ്ട. നിങ്ങൾക്ക് അകന്നു വയ്ക്കാൻ കാരണങ്ങളുണ്ടാവും. പക്ഷേ പാവ ആ കുഞ്ഞ്, അവൻ എന്ത് പഴിച്ചു? നന്ദകുമാർ, എന്തൊക്കെയാ നന്ദകുമാരാ ഞാൻ കേൾക്കുന്നത്? ആർക്കാ പ്രോബ്ലംസ് ഇല്ലാത്തത്? പക്ഷേ അതിന്റെ പേരിൽ ഈ കേസിന് ഹാജരാകാരുന്നത് വലിയ തെറ്റായിപ്പോയി. എനിക്കൊന്നിനും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല സാർ. ഇതൊന്നും കരിയറിനെ ബാധിക്കാതെ നോക്കണം. ആലോചിച്ച് വേണ്ടത് ചെയ്യേ. സാറേ, ഇവിടെ ആകെ പാട്ടായി. ശത്രുക്കൾ ആരോ ശരിക്കും പ്രചരണം കൊടുക്കുന്നുണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്നും സാറിനെ മാറ്റാൻ നീക്കം നടക്കുന്നതായി ശ്രുതി പറഞ്ഞിട്ടുണ്ട്. ഞാനും കേട്ടു.